പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഭാഷയാണ് നമ്മൾ എന്നും കൈകാര്യം ചെയ്യാനുള്ളത്. നമ്മുടെ ഈ ലോകത്ത് ഒട്ടനവധി ഭാഷകളുണ്ട്. ഈ ഭാഷകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള, പഠിക്കാൻ വളരെ പ്രയാസമുള്ള 10 ഭാഷകൾ ഏതൊക്കെയാണെന്നാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 10 തായ്. മധ്യ തായ്ലാൻഡിലെ മോൺ, ലാവോ, വിയാങ്, ഫുവാൻ ജനതയും രാജ്യത്തുടനീളമുള്ള ബഹുഭൂരിപക്ഷം തായ് ചൈനീസ് എൻക്ലേവുകളും സംസാരിക്കുന്ന കടായി ഭാഷാ കുടുംബത്തിലെ ഒരു തായ് ഭാഷയാണ് ഇത്. ഇത് തായ്ലാൻഡിന്റെ ഏക ഔദ്യോഗിക ഭാഷയാണ്. തായ്ലാൻഡിലെ 60-ലധികം ഭാഷകളിൽ തദ്ദേശീയരും മൊത്തത്തിൽ സംസാരിക്കുന്നവരുമായ ആളുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് തായ് ആണ്. നമ്പർ 9 ഹംഗേറിയൻ. ഹംഗേറിയൻ അല്ലെങ്കിൽ മഗ്യാർ ഹംഗറിയിലും നിരവധി അയൽ രാജ്യങ്ങളുടെ ചില ഭാഗങ്ങളിലും സംസാരിക്കുന്ന യുറാലിക് ഭാഷ കുടുംബത്തിലെ ഉഗ്രിക് ഭാഷയാണ് ഇത്. ഹംഗറിയുടെ ഔദ്യോഗിക ഭാഷയും തെക്കൻ സ്ലോവാക്യ, പടിഞ്ഞാറൻ ഉക്രൈൻ, കിഴക്കൻ ഓസ്ട്രിയ സമൂഹങ്ങളും ഇത് സംസാരിക്കുന്നു. 1.4 ദശലക്ഷം ആളുകളാണ് ഇത് സംസാരിക്കുന്നത്. യുറാലിക് കുടുംബത്തിലെ ഏറ്റവും വ്യാപകമായി സംസാരിക്കുന്ന ഭാഷയാണ് ഇത്. നമ്പർ 8 പോളിഷ്. ഇന്ത്യ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിലെ ലെക്റ്റിക് ഉപഗ്രൂപ്പിലെ ഒരു വെസ്റ്റ് സ്ലാവിക് ഭാഷയാണ് ഇത്. ലാറ്റിൻ ലിപിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇത് പ്രധാനമായും പോളണ്ടിൽ, കൂടാതെ രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷയായും ലോകമെമ്പാടുമുള്ള പോളിഷ് പ്രവാസികളുടെ ഭാഷയായും പ്രവർത്തിക്കുന്നു. 2024 39.7 ദശലക്ഷത്തിലധികം പോളിഷ് മാതൃഭാഷക്കാർ ഇവിടെയുണ്ട്. നമ്പർ 7 ഐസ്ലാൻഡിക്. ഇന്തോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽ നിന്നുള്ള ഒരു വടക്കൻ ജർമ്മനിക് ഭാഷയാണ് ഇത്. ഏകദേശം 3,90,000 ആളുകളാണ് ഇത് സംസാരിക്കുന്നത്. അവരിൽ ഭൂരിഭാഗവും ഐസ്ലാൻഡിലാണ്. അവിടെ ഇത് ദേശീയ ഭാഷയാണ്. ഡാനിഷ്, നോർവീജിയൻ, സ്വീഡിഷ് പരസ്പരം മനസ്സിലാക്കാൻ കഴിയില്ല. നമ്പർ 6 ഫിന്നിഷ്. ഫിന്നിഷ് എന്നത് യുറാലിക് കുടുംബത്തിലെ ഒരു ഭാഷയാണ്. ഫിൻലാൻഡിലെ ഭൂരിഭാഗം ജനങ്ങളും ഫിൻലാൻഡിന് പുറത്തുള്ള വംശീയ ഫിന്നകളും ഇത് സംസാരിക്കുന്നു. സ്വീഡിഷിനൊപ്പം ഫിന്നിഷിലെ 2 ഔദ്യോഗിക ഭാഷകളാണ് ഇത്. ഇന്തോ യൂറോപ്യൻ ഭാഷകളിൽ ഒന്നും കൂടിയാണ് ഇത്. ബാൾട്ടിക് കടലിന് ചുറ്റും സംസാരിക്കുന്ന ഏതാനും ന്യൂനപക്ഷ ഭാഷകൾ റഷ്യയുടെ കരേലിയ എന്നിവ ഉൾപ്പെടുന്നു. നമ്പർ 5 റഷ്യൻ. ഇന്തോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിലെ ബാൾട്ടോ സ്ലാവിക് ശാഖയിൽപ്പെടുന്ന ഒരു കിഴക്കൻ സ്ലാവിക് ഭാഷയാണ് ഇത്. നിലവിലുള്ള 4 കിഴക്കൻ സ്ലാവിക് ഭാഷകളിൽ ഒന്നും റഷ്യക്കാരുടെ മാതൃഭാഷയുമാണ് ഇത്. മുൻ സോവിയറ്റ് യൂണിയന്റെ യഥാർത്ഥവും നിയമപരവുമായ ഔദ്യോഗിക ഭാഷയായി ഇത് അറിയപ്പെടുന്നു. ലോകമെമ്പാടുമായി 253 ദശലക്ഷത്തിലധികം പേർ റഷ്യൻ ഭാഷ സംസാരിക്കുന്നുണ്ട്. നമ്പർ 4 കൊറിയൻ. ഏകദേശം 81 ദശലക്ഷം ആളുകളുടെ മാതൃഭാഷയാണ് കൊറിയൻ. അവരിൽ ഭൂരിഭാഗവും കൊറിയൻ വംശജരാണ്. ഉത്തര കൊറിയയുടെയും ദക്ഷിണ കൊറിയയുടെയും ദേശീയ ഭാഷയാണിത്. 21-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ ആഗോളവൽക്കരണത്തിലൂടെയും സാംസ്കാരിക കയറ്റുമതിയിലൂടെയും കൊറിയൻ ജനപ്രിയ സംസ്കാരം ലോകമെമ്പാടും വ്യാപിച്ചു. നമ്പർ 3 ജാപ്പനീസ്. ഏകദേശം 123 ദശലക്ഷം ആളുകൾ ഇത് സംസാരിക്കുന്നു. പ്രധാനമായും ജപ്പാനിലെ ദേശീയ ഭാഷയാണ് ഇത്. 8-ാം നൂറ്റാണ്ട് വരെ ഈ ഭാഷ അത്ര പ്രശസ്തമായിരുന്നില്ല. ജാപ്പനീസ് എഴുത്ത് സമ്പ്രദായം ചൈനീസ് അക്ഷരങ്ങളെ കൂട്ടിച്ചേർക്കുന്നു. സംഖ്യാ സമ്പ്രദായം കൂടുതലും അറബി അക്കങ്ങൾ ഉപയോഗിക്കുന്നു. മാത്രമല്ല പരമ്പരാഗത ചൈനീസ് അക്കങ്ങളും ഉപയോഗിക്കുന്നു. നമ്പർ 2 അറബിക്. അറബ് ലോകത്ത് പ്രധാനമായും സംസാരിക്കുന്ന അഫ്രോ ഏഷ്യാറ്റിക് ഭാഷാ കുടുംബത്തിലെ ഒരു മധ്യ സെമറ്റിക് ഭാഷയാണ് അറബിക്. ISO 32 തരം അറബികൾക്ക് ഭാഷാ കോഡുകൾ നൽകുന്നു. അതിൽ മോഡേൺ സ്റ്റാൻഡേർഡ് അറബിക് എന്നറിയപ്പെടുന്ന അതിന്റെ സ്റ്റാൻഡേർഡ് രൂപമായ ലിറ്റററി അറബിക് ഉൾപ്പെടുന്നു. ഇത് ക്ലാസിക്കൽ അറബിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. ഇംഗ്ലീഷിനും ഫ്രഞ്ചിനും ശേഷം ഏറ്റവും പ്രചാരമുള്ള ഭാഷയാണ് ഇത്. നമ്പർ 1 മന്ദാരിൻ ചൈനീസ്. മന്ദാരിൻ സിനറ്റിക് ഭാഷകളുടെ ഏറ്റവും വലിയ ശാഖയാണ് ഇത്. ചൈനീസ് സംസാരിക്കുന്നവരിൽ 70% മന്ദാരിൻ ഭാഷ സംസാരിക്കുന്നവരാണ്. മാതൃഭാഷ സംസാരിക്കുന്നവരുടെ എണ്ണത്തിൽ ഇത് 1-ാം സ്ഥാനത്താണ് ഉള്ളത്. ചിലപ്പോഴൊക്കെ ഈ ഭാഷയെ വടക്കൻ ചൈനീസ് എന്നും വിളിക്കാറുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.